ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോയത് ഊട്ടിക്കാണേ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഊട്ടിയിലെ വിശേഷങ്ങൾ കാണാം. ഊട്ടിയിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളെ കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ പോയത് എന്താണെന്നറിയത്തില്ല, ചായയോടുള്ള അഡിക്ഷൻ കാരണമായിരിക്കും ടീ ഫാക്ടറിയിലോട്ടായിരുന്നു. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ഇല അവിടെ അവർ ട്രൈ ആവാനിട്ടിട്ടുണ്ട്. പിന്നെ എന്താ 10 രൂപയുടെ ഒരു പാസ്സുണ്ട്. പാസ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. 10 രൂപയുടെ പാസ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ പ്രോസസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനുണ്ട്. പുള്ളി നമുക്കതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും, അതായത് അവിടെ എന്താണ് തേയില ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. പക്ഷേ ഹിന്ദിയിലായതുകൊണ്ട് എനിക്കത് വലുതായിട്ട് മനസ്സിലായില്ല ഗൈസ്. ആ തേയില ട്രൈ ആക്കി ഈ മെഷീനിലിട്ട് പൊടിച്ചു തരും എന്നാണ് തോന്നുന്നു പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ചായ കിട്ടും. അവിടെ 2 തരം ചായയുണ്ട്, നോർമൽ ടീയും മസാല ടീയും. ഞാൻ രണ്ടും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് മസാല ടീയേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നോർമൽ ടീ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് അവർ ചായ തരുന്ന കപ്പുണ്ടല്ലോ, അത് തിരിച്ചു കൊണ്ട് വെക്കണം. അപ്പോൾ അവിടെ തിരിച്ചു കൊണ്ട് വയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് വോളിൽ LED അവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. കാണിച്ച് മാത്രമല്ല, അവരത് ഇംഗ്ലീഷിൽ പറഞ്ഞും തരുന്നുണ്ട്. നമുക്ക് പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ കണ്ടങ്ങ് മനസ്സിലാക്കി. അതിനുശേഷം നമുക്ക് ടീ പൗഡർ പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴേക്ക് പോകണം. നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ അവരതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ അതൊക്കെ അവർ വോളിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ടീയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടീ പൗഡർ പർച്ചേസ് ചെയ്യാനായിട്ട് കൗണ്ടറിനുള്ളിലേക്ക് കയറി. കൗണ്ടറിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ആ ചേച്ചി നമുക്ക് ഓരോ ടീ പൗഡറിൻ്റെ ഗുണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. അവർ മലയാളത്തിലാണ് സംസാരിച്ചത് കേട്ടോ, അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നേ. ഓരോ ടീയുടെ കാര്യങ്ങൾ, ജിഞ്ചർ ടീ എന്താണെന്നും മസാല ടീയുടെ എന്തൊക്കെയാണെന്നും ഏത് ടീ ആയിരിക്കും കൂടുതൽ ബെറ്ററെന്നും അങ്ങനെയുള്ള എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ടീ, ബ്ലൂ പീ ടീ, അങ്ങനെ കുറേ ടീയുടെ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു 3 ടീ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ജിഞ്ചർ ടീ, ഒന്ന് മസാല ടീ, പിന്നെ ഒന്ന് നമ്മൾ പർച്ചേസ് ചെയ്തത് കുറിഞ്ഞി ടീ ആയിരുന്നു. പിന്നെ നമ്മളിതിൻ്റെ ബില്ല് പേ ചെയ്യണമല്ലോ, അപ്പോൾ ആ ബില്ലൊക്കെ പേ ചെയ്തു. ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ കൗണ്ടറിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ ബില്ല് കൊണ്ട് കൊടുത്താൽ നമുക്കവർ ടീ പൗഡർ പാക്ക് ചെയ്ത് തരും. ഇതാണ് അവിടുത്തെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം കൗണ്ടറിലെ പെൺകുട്ടിയെ ഏൽപ്പിച്ചു. പെൺകുട്ടി നമുക്ക് ബില്ലിലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ബില്ലും വാങ്ങിച്ച് ടീ പൗഡറും വാങ്ങിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി. 710 രൂപയായി നമ്മൾ 3 എണ്ണം പർച്ചേസ് ചെയ്തപ്പോൾ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്കും ഈ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതും ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴാണ് ഇത്രയും ടൈപ്പ് ഓഫ് ടീകളുണ്ടല്ലോ എന്നെനിക്ക് മനസ്സിലായത്. അതിനുശേഷം നമ്മൾ പുറത്തേക്കിറങ്ങി വരുന്ന സമയത്ത് അവിടെയും ഡിസ്കവറി ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ചൈനയിൽ നിന്ന് 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് ടീ ഇവിടെ വന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നതെന്നും ഷൈൻവുങ് ചക്രവർത്തിയാണ് അതിന് കാരണക്കാരനായതെന്നും ഒക്കെയാണ്. എവിടെ നിന്നായാലും എന്താ, നമുക്ക് ചായ കുടിച്ചാൽ പോരെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.